ഇന്ത്യയിലായാലും കേരളത്തിലായാലും മറ്റ് സ്റ്റേറ്റുകളിലായാലും BJP ഏറ്റവും കൂടുതൽ കയറുന്നത് നഗരങ്ങളിലാണ്, ഗ്രാമങ്ങളെക്കാൾ നഗരങ്ങളിലാണ്. ഇപ്പൊ പാലക്കാട് നഗരസഭ, പന്തളം നഗരസഭ, നിങ്ങൾ നഗരങ്ങളാണ് ഗ്രാമങ്ങളെക്കാൾ കൂടുതൽ. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു മെട്രോ ലൈഫ് അല്ലെങ്കിൽ മെട്രോ മൈൻഡുള്ള ആളുകളാണ്. വളരെ വേഗത്തിൽ അവർക്ക് രാഷ്ട്രീയമോ ആശയമോ ആദർശമോ എന്നുള്ള പക്ഷേ വികസനം വേണം. കാരണം അവരത് അനുഭവിക്കുന്നതുകൊണ്ടാണ്. കാരണം ട്രാഫിക് കൺജഷൻ, പൊല്യൂഷന്റെ പ്രശ്നം, വാഹനങ്ങളില്ലായ്മ, ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടാണ് നഗരത്തിലെ ആളുകൾ അങ്ങനെയും കൂടി ചിന്തിക്കുന്നത്. വികസനത്തിന്റെ ആളുകൾ വരട്ടെ, അല്ലെങ്കിൽ വികസനം കൊണ്ടുവരുന്നവർ വരട്ടെ എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ വികസിത കേരളം ഉണ്ടാക്കുമെന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ഫോർമുല കോർപ്പറേഷനിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കണം. അതൊരു ഷോക്ക് കേസ് പീസായിട്ട് വരുന്നുണ്ട്. അതിനിപ്പോ വരുന്ന ദിവസങ്ങളിൽ മോഡിയൊക്കെ വന്നിട്ട് അത് വരുമായിരിക്കും. പക്ഷെ അതിനിടയിലാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ 14 ജില്ലകൾ എങ്ങനെ സഞ്ചരിക്കും, എങ്ങനെ ചിന്തിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ചില വിലയിരുത്തലുകൾ നമുക്ക് നടത്തേണ്ടി വരുന്നത് ഇത് പ്യുവർലി ബേസ്ഡ് ഓൺ ഇന്നലെ വരെയുള്ളതാണ്. നാളെ തീർച്ചയായിട്ടും ഇത് മാറാം. കാരണം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കൂ, 5% ആളുകൾ മാറി വോട്ട് ചെയ്തപ്പോഴാണ് ഒരു ഭരണവ്യവസ്ഥ ഭരണങ്ങൾ മാറി മറിഞ്ഞത്. 33% വോട്ട് CPM പിടിച്ചപ്പോൾ 38% വോട്ട് മാത്രമേ UDF പിടിച്ചിട്ടുള്ളൂ. ഈ 5%ത്തിന്റെ കളി തന്നെയാണ് അസംബ്ലിയിലും കളിക്കാൻ പോകുന്നത്. ഒരു 5% വോട്ടുകൾ അവർ ഫ്ലോട്ടിംഗ് പീപ്പിൾ ആണ്. അവര് മാറിയും തിരിഞ്ഞും ഒക്കെ ഇങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അവരെ എല്ലാം സ്വാധീനിക്കും. പണം സ്വാധീനിക്കും, മദ്യം സ്വാധീനിക്കും, അവരെ അന്ന് തലേദിവസം നടക്കുന്ന കൊലപാതകം സ്വാധീനിക്കും. ചിലപ്പോൾ വോട്ടിങ്ങിന്റെ ക്യൂവിൽ നിൽക്കുമ്പോഴായിരിക്കും ഒരു കേസ് ആന്റി ഗവൺമെന്റിനെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ, അതുവരെ സ്വാധീനിക്കും. എങ്കിൽ ഒരു വോട്ട് ഇരിക്കട്ടെ അപ്പുറത്ത്. രാജീവ് ഗാന്ധിയുടെ മരണം, ഇന്ദിരാഗാന്ധിയുടെ മരണം എന്ത് വലിയ രീതിയിലാണ് സ്വാധീനിച്ചത്. അപ്പൊ അത് സ്വാധീനിക്കും, മനുഷ്യനെ സ്വാധീനിക്കും. കാരണം മനുഷ്യരങ്ങനെയാണ്. കാരണം നമുക്ക് ഒരു രാഷ്ട്രീയമില്ല, എന്നാ പിന്നെ ഇവർക്ക് ഇരിക്കട്ടെ. ഇനി ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഒരു രീതിയുണ്ട്. ഇവിടെ ഇപ്പൊ MLA ഇയാൾ ജയിക്കും, എങ്കിൽ എന്റെ വോട്ടും കൂടെ ജയിക്കുന്ന ആളിരിക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന അതുകൊണ്ട് ഇലക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പറയുന്നത് ആയിരിക്കില്ല ചിലപ്പോൾ നാളെ സംഭവിക്കുക എന്നുള്ളത്. എന്നാലും ഇന്നത്തെ നില വെച്ച് തിരുവനന്തപുരം ജില്ലയെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ ആകപ്പാടെ 14 സീറ്റുകളാണുള്ളത്. അവിടെ ഈ 14 സീറ്റുകളിലായിട്ട് നമ്മൾ പറയുമ്പോൾ അവിടുത്തെ MP എന്ന് പറയുന്നത് ശശി തരൂരും അടൂർ പ്രകാശുമാണ് MP മാർ. 7 മണ്ഡലം, രണ്ടും കോൺഗ്രസിന്റെയാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് കിട്ടണം താഴോട്ട്. പക്ഷെ അത് പറ്റില്ല. 14 സീറ്റിൽ 13 സീറ്റും കോവള ഒഴിച്ച് വിൻസെന്റ് ഒഴിച്ചുള്ള 13 സീറ്റും കിട്ടിയിരിക്കുന്നത് LDF-നാണ്. അത് കാട്ടാക്കട, നെയ്യാറ്റിങ്കര, പാറശാല മുതൽ വർക്കല വരെ എടുത്താൽ. പക്ഷെ ഇതെല്ലാം പരമ്പരാഗത സീറ്റുകളാണ്. ഇപ്പൊ വാവനപുരം ഉണ്ടായതിനു ശേഷം നാളെ ഇതുവരെ CPM ആണ് എപ്പോഴും ഒരു പ്രാവശ്യം മറ്റോടെ UDF ജയിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ പ്രാവശ്യവും ജയിക്കുന്നത്, പാട്ടും പാടി ജയിക്കുന്ന മണ്ഡലമാണ് വാവനപുരം. നമ്മൾ എങ്ങനെയാണ് അത് പിന്നെ കണക്കാക്കുക? നെയ്യാറ്റിങ്കര, പാറശാല, കാട്ടാക്കട, ഇതെല്ലാം. കാട്ടാക്കട പിന്നെ ശക്തൻ വന്നിട്ടുണ്ട്, ഒരു അപവാദം പോലെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഞാൻ അപവാദം എന്ന് പറഞ്ഞ് ശക്തൻ അപവാദം എന്നല്ല, ഒരു പ്രാവശ്യം വന്നോളെന്നുള്ള അർത്ഥത്തിൽ. അതേസമയം ബാക്കിയെല്ലാം ഇങ്ങനെ മാറിയും തിരിഞ്ഞും കളിച്ച്. ആറ്റിങ്ങൽ ശക്തമായ വേരുകളുള്ള സ്ഥലമാണ് ഇടതുപക്ഷത്തിന്. കഴക്കൂട്ടം ശക്തമായ വേരുണ്ട്. വർക്കലയിലെ ഈഴവരാതി വിഭാഗത്തിലുള്ള എല്ലാവരും അവർ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു കിളിമാനൂർ വിഭാഗത്തുള്ള ആളുകളൊക്കെ ഒരു ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് വരുന്നത്. ഇതെല്ലാം ഒരു ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ഇടതുപക്ഷമാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു വോട്ടിന്റെ 2 വോട്ടിന്റെ മറ്റേ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ എങ്കിലും 2 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. എങ്കിലും ജില്ലാ പഞ്ചായത്ത് പിടിച്ചിരിക്കുന്നത് LDF ആണ്. ഈ പശ്ചാത്തലത്തിൽ BJP എന്തെങ്കിലും അത്ഭുതം സൃഷ്ടിക്കുമോ എന്നുള്ളത് ഉൾപ്പെടെ നമ്മൾ തിരുവനന്തപുരം ജില്ല നോക്കാം. നമുക്ക് 14 ജില്ലയും ഇതുപോലെ നോക്കേണ്ടതുണ്ട്. തെക്കൻ ജില്ലകളിൽ ഈഴവ സമുദായത്തിനിടയിൽ വലിയ ഒരു കൺഫ്യൂഷൻ വന്ന് ധാരാളം വോട്ടുകൾ അത് BJP-യിലേക്ക് പോകുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ വോട്ട് BJP-യിലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം ക്രിസ്ത്യാനികളുടെ, മുസ്ലിങ്ങളുടെ വോട്ട് UDF-ലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് BJP ആണല്ലോ പുതിയ താരം, പുതിയ എൻട്രൻസ്. അതുകൊണ്ട് അവിടെ വെച്ച് തുടങ്ങാം. അതായത് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആൾറെഡി നേമത്ത് തന്നെയാണ്. അത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പൂജപ്പുര മുതൽ അങ്ങോട്ട് കിടപ്പുണ്ട് നേമം മണ്ഡലം. തീർച്ചയായിട്ടും വലിയ സാധ്യതയാണ് രാജീവ് ചന്ദ്രശേഖറിന് കാണുന്നത്. അത് വ്യക്തി എന്നുള്ള നിലയിലും BJP-ക്ക് ഈ പ്രാവശ്യത്തെ കോർപ്പറേഷനിലൊക്കെ ഒരുപാട് വോട്ട് കിട്ടിയ സ്ഥലം എന്നുള്ള നിലയിലും പല രൂപത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ഹൈപ്പിൽ അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട്. BJP-യുടെ ഒരു സീറ്റ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട സീറ്റാണ് വട്ടിയൂർക്കാവിൽ പ്രശാന്തിന്റെ ഗ്രാഫ് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ CPM-ന്റെ ഗ്രാഫ് ഒന്ന് കുറഞ്ഞത് കൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ ആര് മത്സരിച്ചാലും, സുരേന്ദ്രനോ ശ്രീലേഖ IPS-ഓ ആര് മത്സരിച്ചാലും വലിയ സാധ്യതയാണ് വട്ടിയൂർക്കാവ് കാണിക്കുന്നത്. അതുപോലെ നേമം വട്ടിയൂർക്കാവ്, പിന്നെ തിരുവനന്തപുരം സെൻട്രൽ
സെൻട്രൽ ഇപ്പൊ ആന്റണി രാജു താഴെ പോയതിന് പകരം ഒരു കാൻഡിഡേറ്റിനെ പോലും LDF ഇനി പക്കയായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കഴക്കൂട്ടം വി മുരളീധരൻ വളരെ സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ്. പക്ഷെ വി മുരളീധരൻ ജയിക്കണമെങ്കിൽ ഇപ്പുറത്ത് ഒരുപാട് വോട്ട് കുറയണം, പ്രത്യേകിച്ച് CPM ഒരുപാട് വോട്ട് കുറയണം. കടമ്പള്ളി സുരേന്ദ്രന്റെ ഗ്രാഫ് വളരെ താഴെ പോയിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് പിന്നെ വി മുരളീധരന് വരുന്നത്. അതേസമയം പകരം വരുന്ന കാൻഡിഡേറ്റ് ആര് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ കഴക്കൂട്ടം കൂടി നമുക്ക് ഇദ്ദേഹത്തിന്റെ ഭാഗമായി BJPയുടെ ഭാഗമായി നമുക്ക് ചിന്തിപ്പിക്കാം. പിന്നെ അല്ലെങ്കിൽ പിന്നെ വരുന്നത് ബാക്കി വരുന്ന 3 or 4 പോയാൽ ബാക്കി വരുന്ന മണ്ഡലങ്ങളിൽ LDFനെ സംബന്ധിച്ചിടത്തോളം വർക്കല വീണ്ടും അവർ ഒരുപക്ഷെ നിലനിർത്താൻ സാധ്യതയുണ്ട്. ചിറയൻകീഴ് പലപ്പോഴും അവർക്ക് നല്ല കാൻഡിഡേറ്റ്സ് ആണ് വരുന്നത്. അത് CPIക്കാണ് പലപ്പോഴും പോകുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ V ശശി വരെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അത് ചിലപ്പോൾ അവിടെ അത് ആ പഞ്ചായത്തുകളെല്ലാം CPMന്റെയും CPIയുടെയും കയ്യിലിരിക്കുന്ന പഞ്ചായത്തുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിന് വീണ്ടും അത് വരാം. ഭാവനപുരം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, CPMന്റെ കോട്ടയാണ്, അവിടെ പിന്നെ വേറെ ന്യായമൊന്നുമില്ല. ഇപ്പൊ ഒരുപക്ഷെ TK മുരളി തന്നെ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ VV രാജേഷിനെ പോലുള്ള ആളുകൾ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരുപാട് പേരുണ്ട്, സലീം എന്ന് പറഞ്ഞിട്ട് ഏരിയ സെക്രട്ടറി ഉണ്ട്. അവിടെ ഒത്തിരി നേതാക്കളുള്ള സ്ഥലമാണ് വെഞ്ഞാറമൂട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കിടക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് നമുക്ക് വാവനപുരം അങ്ങനെ പറഞ്ഞു, ചിറയൻകീഴ് പറഞ്ഞു, അരുവിക്കരയിൽ മാറിയും തിരിഞ്ഞും വന്നിട്ടുണ്ട്. ശബരിനാഥാണ് വീണ്ടും അരുവിക്കര പോയി മത്സരിക്കുകയാണെങ്കിൽ നല്ലൊരു മത്സരത്തിലേക്ക് പോകും. അല്ലെങ്കിൽ സ്റ്റീഫൻ അവിടെ നിൽക്കുക. സ്റ്റീഫൻ അവിടെ ജനപ്രിയനാണ്, അദ്ദേഹം ജനങ്ങളുമായിട്ടൊക്കെ വളരെ വിനയത്തോടുകൂടെയൊക്കെ നിൽക്കുന്ന അഴിമതിയൊന്നും ഇല്ലാത്ത ഒരു സാധുവായ MLA ആണ്. അപ്പൊ അത് ഒരുപക്ഷെ ചിലപ്പോൾ അവിടെ അവർ LDF പിടിച്ചേക്കാം. കാട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം ശക്തൻ വരികയാണെങ്കിൽ അതിശക്തമായി ശക്തൻ ചിലപ്പോൾ വല്ലാത്ത രീതിയിൽ കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ UDFലേക്ക് പോകും. കഴക്കൂട്ടം നമ്മൾ പറഞ്ഞു ഇങ്ങനെ ആടിയും ചരിഞ്ഞു നിൽക്കുന്നു. ആറ്റിങ്ങൽ ഒരുപക്ഷെ UDFലേക്ക് പോയാൽ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. പിന്നെ നെയ്യാറ്റിങ്കരയും പാറശാലയും എപ്പോഴും ഒരു എന്താ പറയുക, ഒരു LDF മൈൻഡിൽ നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അവിടെ സെൽവരാജ് UDFൽ പോയി ജയിച്ചു എന്നുള്ളതല്ലാതെ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് 6-6-3 ആണ്, പിന്നെ 6-5-3 ആണ്. പിന്നെ ഞാൻ പറഞ്ഞ കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സംശയത്തിനിടുന്ന മണ്ഡലമാണ്. ഇങ്ങനെ വന്നേക്കാം. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു LDFന് ഒരു 13 സീറ്റിന്റെ ഒരു സ്വീപ്പിംഗ് വിക്ടറി കിട്ടിയതുപോലെ UDFനും ചിലപ്പോൾ ഒരു സ്വീപ്പിംഗ് വിക്ടറി വന്നാലും അത്ഭുതമില്ല. കാരണം 100 സീറ്റിലേക്ക് UDF പോകണമെങ്കിൽ തിരുവനന്തപുരത്തും ഒക്കെ ധാരാളം സീറ്റ് പിടിക്കണം എന്നാൽ മാത്രമേ പറയുകയുള്ളൂ. അത് എങ്ങനെ വരും? അരുവിക്കര, കാട്ടാക്കട നമ്മൾ പറഞ്ഞു, UDFനാണ് പറഞ്ഞത്. അരുവിക്കര, നെയ്യാറ്റിങ്കര, ഇങ്ങനെ വർക്കല, ഈ സ്ഥലം, വർക്കല കഹാർ ജയിച്ചിട്ടുള്ള സ്ഥലമാണ്, നമ്മൾ മനസ്സിലാക്കണം. വർക്കല കഹാർ ഈഴവർക്ക് മുൻതൂക്കമുള്ള സ്ഥലത്ത് മുസ്ലിമായിട്ടുള്ള കഹാർ ജയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ നെടുമങ്ങാട് എന്ന് പറയുന്നത് പലപ്പോഴും LDFന്റെ കോട്ട തന്നെയാണ്. അവിടെ CPIക്കും CPMനും വല്ലാത്ത ഒരു റേറ്റുള്ള സ്ഥലമാണ്. അപ്പൊ നെടുമങ്ങാട്. അപ്പൊ നമ്മൾ എല്ലാ മണ്ഡലങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമ്മളൊരു കണക്കൂട്ടൽ വെച്ച് പറയുമ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നു, തിരുവനന്തപുരം നോർത്ത് എന്ന് പറയുന്ന ആന്റണി രാജുവിന്റെ മണ്ഡലം, പഴയ ഈസ്റ്റ്, അതും വട്ടിയൂർക്കാവും നിയമവും BJP സ്ട്രോങ് ആയി കാണുന്നു. BJP സംശയത്തിലിട്ടുകൊണ്ട്, എന്നാൽ BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉള്ള മണ്ഡലമായി കഴക്കൂട്ടം നിൽപ്പുണ്ട്. UDFന് വരാനുള്ള സാധ്യതകൾ കോവളം, വീണ്ടും വിൻസെന്റോ, അല്ലെങ്കിൽ കോവളത്ത് നിന്നാൽ UDF ചിലപ്പോൾ ജയിച്ചേക്കാം. പാറശാല, കാട്ടാക്കട, കഴക്കൂട്ടം, ആറ്റിങ്ങൽ. കഴക്കൂട്ടം നമ്മൾ പറഞ്ഞു. ഈ രീതിയിലേക്കുള്ള ചിന്ത വരുന്നു. അതേസമയം LDFനെ സംബന്ധിച്ചിടത്തോളം വർക്കലയും ചിറയൻകീഴും വാമനപുരവും നെടുമങ്ങാടും അരുവിക്കരയും നെയ്യാറ്റിൻകരയുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിനിടയിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തുന്നത്, ഒരു സ്വീപ്പിംഗ് വിക്ടറി UDFലേക്ക് പോയാൽ BJP വേഴ്സസ് UDF ആണ് മത്സരമെങ്കിൽ, കാരണം LDFന്റെ ഇപ്പോഴത്തെ ഒരു ആന്റി ഇൻകംബൻസും പല കാരണങ്ങൾ കൊണ്ട് LDF പിറകിലാണ്. അതിലേക്ക് ഇടിച്ചു കയറി പോയാൽ UDF വല്ലാതെ സീറ്റ് പിടിക്കും. അല്ല 2 മാസം കൊണ്ട് പിണറായി വിജയൻ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ബഡ്ജറ്റിലൊക്കെ വലിയ ജനപ്രിയ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു അട്ടിമറി നടത്തിയാൽ LDF വീണ്ടും കൂടുതൽ സീറ്റുകൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട്.